ഹലോ ഫ്രണ്ട്സ്, ബാക്കുവിലെ ഒരു തണുത്ത പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഒപ്പം സ്മാർട്ടർ ട്രാവൽ മീഡിയയുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ രാത്രി ചെറിയൊരു അപകടം പറ്റി. ഇവിടുന്ന് ഹോട്ടലിൻ്റെ സ്റ്റെയർ ഇറങ്ങുമ്പോൾ കാല് ചെറുതായിട്ടൊന്ന് സ്ലിപ്പായി. നമ്മൾ പടം മറിയാന്ന് പറയില്ലേ, അതേമാതിരി. പക്ഷേ അത് വലിയൊരു ഡേഞ്ചറിലേക്ക് പോയില്ല. കുറച്ച് മൂവൊക്കെ ഇട്ട് തടവി അങ്ങനെ എന്തായാലും കുറച്ച് വേദന ഉണ്ട്. അപ്പോൾ ഇന്നത്തെ നടത്തമൊക്കെ ഒരു ദുർനടപ്പായിരിക്കും. അപ്പം വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് കറങ്ങാൻ പോകുന്നതിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. എന്നാലും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒക്കെ ബുദ്ധിമുട്ടാണ്. കാരണം അത്ര സ്പീഡിൽ നടക്കാൻ പറ്റുന്നില്ല. ഞാൻ എൻ്റെ യാത്രകളൊക്കെ മുടങ്ങുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് പോകാനുള്ളത് ഇവിടെ ഒരു ഫേമസ് മ്യൂസിയം ഉണ്ട്. മ്യൂസിയത്തിൽ പോകണം. അതിൻ്റെ ശേഷമുള്ള സിറ്റിയിൽ കൂടിയൊക്കെയുള്ള കറക്കാണ്. കാരണം ഇന്ന് ഫുൾ ഡേ ഇന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മൾ ബാക്കുവിൽ. നാളെ ഇവിടുന്ന് തിരിക്കുകയാണ്, ദുബായിലേക്ക് തിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് കാണാനുള്ള ഒരുവിധ സ്ഥലങ്ങളൊക്കെ നമ്മൾ പോയി. ഇന്നലെ രാത്രി പോയ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം ഷോപ്പിങ്ങിന് പറ്റിയ നല്ലൊരു ഏരിയയാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അതൊക്കെയാണ് കാര്യങ്ങൾ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഹോട്ടലിലെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. ഇനി വണ്ടി വരണം. ഇപ്പോൾ ഇവിടുത്തെ സമയം ഏകദേശം 10:30 ആകുമ്പോഴേക്കും പുള്ളി എത്താമെന്നാണ് പറഞ്ഞത്. കാരണം അത്രയൊക്കെ ഇന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ളൂ. അപ്പോൾ ഓക്കെ, നമുക്ക് പോവാം. എല്ലാവരും കൂടെ വേണം കേട്ടോ, സഹായത്തിന് എല്ലാവരും വേണം. ഇവിടെ ടൗണുകളൊക്കെ ഒന്ന് ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ കേട്ടോ. ഒന്നും വലിയ തിരക്കൊന്നും ആയില്ല. ഇവിടുത്തെ കടകളൊക്കെ വൈകുന്നേരം ഒരു 8 മണി ആകുമ്പോഴേക്കൊക്കെ ക്ലോസ് ആവും കേട്ടോ. പിന്നെ കുറച്ച് സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഉണ്ടാവും, അത് കുറച്ച് സമയം കൂടി ഉണ്ടാവും. അല്ലാത്ത കടകളൊക്കെ നേരത്തെ അടക്കിയതുണ്ട്, വളരെ ലേറ്റായിട്ട് തുറക്കണുള്ളൂ. ഇതുണ്ടല്ലേ, ഇവിടെയൊക്കെ റോഡ് കുറച്ച് കഴിയുമ്പോഴേക്കൊക്കെ നല്ല തിരക്ക് വരും. ഇപ്പൊക്കെ ഏകദേശം കാലി റോഡാണ്. ഇതാണ് നമ്മളെ ഹോട്ടൽ കേട്ടോ, പോർട്ട് റിവോളി ഹോട്ടൽ ബാക്കു. അങ്ങനെ നമ്മൾ ഡ്രൈവർ വന്നു, നമ്മൾ യാത്ര തുടർന്നു കേട്ടോ. നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഇന്ന് ഇവിടെ ഒരു ഫയർ ടെമ്പിൾ, പിന്നെ ഒരു ഫയർ മൗണ്ടെയിൻ എന്നൊക്കെ പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്കുള്ള യാത്രയിലാണ്. അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നല്ല പ്രാധാന്യം കൊടുത്ത അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ ബാക്കു, അല്ലെങ്കിൽ നമ്മൾ അസർബൈജാൻ. ചുറ്റുവട്ടത്ത് ഇതൊരു ഈ ടൗണിനെ മാറ്റുകൂട്ടുന്ന തരത്തിലുള്ള ബിൽഡിങ്ങുകളാണ് നമ്മൾ ഈ പോകുന്ന ഇരുവശത്തുമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒക്കെ സൂപ്പറാണ്. എന്തായാലും ഒരു യൂറോപ്യൻ സ്റ്റൈലും ഏഷ്യൻ സ്റ്റൈലും ഒക്കെ സങ്കരിച്ച ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ഷനെ പറ്റി ഒന്നും പറയാനില്ല. അത്രയും ആർക്കിടെക്ചർ ഇത്രയും ഉപയോഗപ്പെടുത്തിയ ഒരു സ്ഥലം ഉണ്ടോ എന്ന് തോന്നും. അത്രയും മാതിരിയാണ്. നേരെ മുന്നിൽ കണ്ടില്ലേ ഒരു ബിൽഡിങ്, കുറേ കട്ടകൾ എടുത്തു വെച്ച മാതിരിയുള്ള ഒരു ബിൽഡിങ് അത് മുന്നിൽ കാണുന്നു. അത് നേരെ വേണമെങ്കിൽ ഉണ്ടാക്കാം, പക്ഷേ അതല്ല. വേറെ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സ്റ്റൈല് ഭംഗിയൊക്കെ കൊടുത്തിട്ടുള്ള ഒരു പരിപാടിയാണ് കാണുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ നമ്മൾ ഈ സിറ്റിയൊക്കെ കാണുമ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങുകളും ഇതിൻ്റെ വൃത്തിയും ഒക്കെ കാണുമ്പോൾ നമുക്കൊരു ദുബായ് കൂടിയൊക്കെയാണ് പോകുന്നത് തോന്നിയാലും തെറ്റ് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ദുബായ് സ്റ്റൈലൊക്കെ ഉള്ള മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകളൊക്കെ നമുക്കിവിടെ കാണാം. ഇവിടെ ഇതൊരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണുന്നുണ്ട്. നേരെ മുന്നിൽ ഒരു ആർച്ചായിട്ട് ഒരു ഹാങ്ങിങ് അവിടെ കാണാം. അപ്പോൾ എല്ലാം ഈ സൈഡ് കാണുന്നത് ഒരു സ്റ്റേഡിയമാണ് കേട്ടോ, അത് ഞാൻ പറയാം. അപ്പോൾ ഇതിൻ്റെ ഓവർ പാസൊക്കെ ക്രോസിങ്ങിനൊക്കെ ഉള്ള നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി വ്യൂവിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയത് ഒരു ഫയർ ടെമ്പിളിലാണ്. ഇതാണ് ആ സാധനം കേട്ടോ, ഫയർ ടെമ്പിൾ. ഇപ്പോൾ ഫോട്ടോഗ്രാഫിയൊക്കെ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട്, പോയി നോക്കാം. ഫയർ ടെമ്പിൾ ടിക്കറ്റ് എൻട്രിയാണ് 15. അപ്പോൾ ടിക്കറ്റ് എടുത്തു, ഒരാൾക്ക് 15 മന്നത്താണ്. ഈ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്നിട്ട് തന്നെ വിപുലമായ ഒരു സുവനീർ ഷോപ്പ് കാണാം. മിക്കവാറും മാഗ്നറ്റുകളാണ് ഈ ഗോൾഡ് ടെമ്പിളിൻ്റെയും ബാക്കുവിൻ്റെയൊക്കെ ഡീറ്റെയിലുകളുള്ള ഇഷ്ടംപോലെയുള്ളത് കാണാം. പിന്നെ കരകൗശല വസ്തുക്കളൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് വേറെ കാണുന്നുണ്ട്. ഇതാണ് നമ്മളെ ഫയർ ടെമ്പിൾ കേട്ടോ. 19th സെഞ്ച്വറി മുതൽ ഇതിങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അസർബൈജാനിലെ ബാക്കുവിൻ്റെ പ്രാന്തപ്രദേശമായ സുരഗാനിയിൽ സ്ഥിതി ചെയ്യുന്ന ചരിത്രപരവും മതപരവുമായ ഒരു സവിശേഷ നിർമ്മിതിയാണ് അദേഷ് ഗാഹ് ഓഫ് ബാക്കു. സ്വാഭാവിക വാതകം ഭൂമിക്കടിയിൽ നിന്ന് ചോർന്ന് ഇതിലെ പുറത്ത് വന്ന അപ്പോൾ ഇവിടെ ഒരു അണയാത്ത തീജ്വാല മുൻപ് സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നു.
ഈ ക്ഷേത്രം വിവിധ മതക്കാർക്ക് ആരാധനാലയമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സിൽക്ക് റോഡിലൂടെയുള്ള വ്യാപാരവും സാംസ്കാരിക കൈമാറ്റവും ഇതിന് ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. പുരാതന കാലം മുതൽ അഗ്നി ആരാധകരുടെ പുണ്യസ്ഥലമായി ഈ ക്ഷേത്രത്തിന് വേരുകളുണ്ട്. പേർഷ്യൻ ഭാഷയിൽ അദേഷ്ഗാഹ് എന്നാൽ അഗ്നിയുടെ വീട് എന്നാണ് അതിന് അർത്ഥം വരുന്നത്. നിലവിലുള്ള ഈ കൽപ്പണി കെട്ടിടങ്ങൾ പ്രധാനമായും 17-18 നൂറ്റാണ്ടുകളിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ സിഖ് വ്യാപാരികളുടെ ഒരു സമൂഹമാണ് നിർമ്മിച്ചത്. ഗണേശ ഭഗവാനെയും ജ്വാലാജിയെയും എന്ന് പറഞ്ഞാൽ അഗ്നിദേവതയെയും സ്തുതിച്ചുകൊണ്ടുള്ള സംസ്കൃതത്തിലും പഞ്ചാബിയിലുള്ള ലിഖിതങ്ങളൊക്കെ നമുക്ക് ഈ ചുമരുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഈ ക്ഷേത്ര സമുച്ചയം ഒരു ചെറിയ കോട്ടയുടെ രൂപത്തിലുള്ള ഒരു പഞ്ചകോൺ ആകൃതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനൊരു മധ്യഭാഗത്തുള്ള മുറ്റമുണ്ട്. മുറ്റത്തിൻ്റെ മധ്യഭാഗത്താണ് പ്രധാന അഗ്നിജ്വാല കത്തിയിരുന്ന 4 തൂണുകളുള്ള ആൾത്താര സ്ഥിതി ചെയ്യുന്നത്. പുരോഹിതന്മാർക്കും തീർത്ഥാടകർക്കും താമസിക്കാനായി ഉപയോഗിച്ചിരുന്ന 24 ചെറിയ അറകൾ ഈ മുറ്റത്തിന് ചുറ്റുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. പ്രാദേശിക വാതശേഖരം ഉപയോഗിച്ചതിനെ തുടർന്ന് പ്രകൃതിദത്തമായ വാതകത്തിൽ നിന്ന് കത്തിയിരുന്ന അഗ്നിജ്വാല 1969 അണഞ്ഞുപോയി. ക്ഷേത്രത്തിൻ്റെ ചരിത്രപരമായ രൂപം നിലനിർത്തുന്നതിനായി ഇപ്പോൾ അടുത്തുള്ള നഗരത്തിൽ നിന്ന് പൈപ്പ് വഴി വാതകം എത്തിച്ചാണ് ഇപ്പോൾ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് 1975 ഒരു മ്യൂസിയമാക്കി മാറ്റി. ഇന്ന് അതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. 1998 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താനായി ഇത് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. 2007 അസർബൈജാൻ പ്രസിഡന്റ് ഇതിനെ സംസ്ഥാന ചരിത്ര വാസ്തുവിദ്യാ സംരക്ഷിത കേന്ദ്രമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് നമ്മളെ ഫയർ ടെമ്പിളിൻ്റെ ചരിത്രങ്ങൾ കേട്ടോ. ഇനി നമ്മൾ ഈ കിഴക്കൻ ഏഷ്യയും പടിഞ്ഞാറൻ ഏഷ്യയും യൂറോപ്പിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു വ്യാപാര പാതകളുടെ ശൃംഖലയാണ് നമ്മൾ സിൽക്ക് റോഡ് എന്ന് പറഞ്ഞത്. BC 130 ചൈനയിലെ ഹാൻ രാജവംശത്തിൻ്റെ കാലത്താണ് ഈ പാത ഔദ്യോഗികമായി നിലവിൽ വന്നത് കേട്ടോ. ഇത് ഏകദേശം 1450 വരെ വ്യാപാരത്തിനായി ഉപയോഗിച്ചിട്ടുണ്ട്. ഏഷ്യൻ വൻകരയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള കച്ചവട ബന്ധം പ്രധാനമായും ടെക്ലമാഗൻ എന്ന് പറഞ്ഞൊരു മരുഭൂമി അത് ഒഴിവാക്കിക്കൊണ്ട് വടക്കൻ തെക്കൻ റൂട്ട് കൂടിയാണ് ഇതൊക്കെ നടന്നുണ്ടായിരുന്നത്. ഇന്ത്യയായിട്ട് ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിമാലയം വഴിയുള്ള റൂട്ടുകൾ ഉൾപ്പെടെ പല ഇടനാഴികൾ ഇന്ത്യയും പട്ടുപാതയായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മളുടെ ക്ഷേത്രങ്ങളുമൊക്കെ ഈ ഫയർ ടെമ്പിളിൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫയർ ടെമ്പിളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി നമുക്ക് പോകാനുള്ളത് ഹൈദർ അലി മ്യൂസിയം ഉണ്ട്. അതിന് മുന്നേ ആയിട്ടൊരു ഫയർ മൗണ്ടെയിൻ ഉണ്ട്. അപ്പോൾ അവിടേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇവിടെ ഒരു സ്റ്റേഡിയം, ഇതാണ് ബാക്കുവിലെ അസർബൈജാനിലെ ഏറ്റവും വലിയ സ്റ്റേഡിയം കേട്ടോ. ഇതിൽ ഏകദേശം 68,700 ആൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ. 2015 യൂറോപ്യൻ ഗെയിംസ്, 2020 യൂറോപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ്, പിന്നെ ദേശീയ ഫുട്ബോൾ ടീമിൻ്റെ മത്സരങ്ങൾ, വലിയ വലിയ സംഗീത പരിപാടികൾ, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തുന്ന ഒരു വലിയൊരു സ്റ്റേഡിയമാണ് നമ്മൾ ഈ കാണുന്ന ഫയർ ടെമ്പിളിലെ കാഴ്ചകൾ. ഒരുപാട് വലിയ ടെമ്പിളൊന്നും അല്ലെങ്കിൽ കാഴ്ചകൾ ഭയങ്കരമായിരുന്നു കേട്ടോ. നമുക്ക് അഭിമാനം തോന്നുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഗണപതി, ശിവനും പിന്നെ നടരാജനും ഒക്കെ അവിടെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് കാണിച്ചത്. കാരണം ഒരു മുസ്ലിം കൺട്രിയിലാണെങ്കിൽ അവരൊക്കെ പണ്ട് കാലത്തുള്ളതാണെങ്കിൽ ഇപ്പോൾ അവരുടെ കയ്യിലല്ലേ, അപ്പോൾ വേണമെങ്കിൽ എടുത്ത് നശിപ്പിക്കുമായിരുന്നു. പക്ഷെ നശിപ്പിച്ചില്ല. അതിൽ നമുക്ക് അവരെ അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയത് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫയർ മൗണ്ടെയിനാണ് കേട്ടോ. ഫുൾ മുഴുവൻ സമയങ്ങളും കത്തിക്കൊണ്ടിരിക്കുന്ന മലയുടെ ഒരു താഴ്വാരയിലുള്ള ഒരു സാധനം, അതാണ് ഈ കാണുന്നത്. ഞാൻ താഴേക്ക് പോയിട്ട് കാണിക്കാം. അവിടുന്ന് കാണുന്നുണ്ടാവുമല്ലോ. ഈ ഫയർ മൗണ്ടെയിൻ്റെ ടോപ്പിലുള്ള കേട്ടോ ഞാൻ, മലേൻ്റെ മുകളിൽ. അപ്പോൾ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ബാക്കു നഗരത്തിൻ്റെ വലിയൊരു ഭാഗം കുറേ ബാക്കിലേക്കായിട്ട് കാണാം. ഇന്ന് നല്ലൊരു കാലാവസ്ഥ കേട്ടോ. വെയിൽ നിൽക്കുമ്പോൾ നല്ല ചൂടുണ്ടെങ്കിൽ കൂടിയിട്ട് പക്ഷേ നല്ല തണുത്ത കാറ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ചൂട് അനുഭവപ്പെടില്ല.
ബാക്കുവിന് സമീപത്തുള്ള ഒരു കുന്നിൻ ചെരുവിലാണ് ഈ കത്തുന്ന പർവ്വതം നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിന് പറയുന്ന പേര് യാനാർദാഗ് എന്നാണ്. യാനാർദാഗ് എന്ന് പറഞ്ഞാൽ കത്തുന്ന പർവ്വതം. ഈ കുന്നിൻ്റെ ചെരുവിൽ വർഷങ്ങളായിട്ട് തുടർച്ചയായി തീജ്വാലകൾ കത്തുന്നുണ്ട്. ഇവിടെ ശക്തമായ കാറ്റിലോ മഴയിലോ പോലോ ഇത് അണഞ്ഞു പോകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഭൂമിക്കടിയിൽ നിന്ന് സ്വാഭാവികമായി പുറത്തേക്ക് വരുന്ന ആ നാച്ചുറൽ ഗ്യാസാണ് ഈ തീക്ക് കാരണം. ഇത് ഭൂമിയുടെ അടിയിലുള്ള ചെറിയ ചെറിയ വിള്ളലുകളൂടി പുറത്തെത്തുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഇതിന് ഏകദേശം 10 മീറ്റർ നീളമുണ്ട് കേട്ടോ. ഇത് മധ്യകാലഘട്ടത്തിലൊക്കെ ഈ പ്രദേശത്ത് ധാരാളം പ്രകൃതിവാതകങ്ങൾ പുറത്തു വന്നിരുന്നാൽ ഇത്തരം കത്തുന്ന പർവ്വതങ്ങൾ കുറേ സ്ഥലത്തുണ്ടായിരുന്ന പറയുന്നത്. ഇപ്പോൾ ഇതേമാതിരിയുള്ള കുറച്ചെണ്ണേ ഉള്ളൂ. ഇവിടുന്ന് നമുക്ക് നോക്കിയാൽ ഈ ചുറ്റുവട്ടത്ത് കണ്ടില്ലേ, ഒരു ഗാലറി പോലെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. രാത്രിയാകുമ്പോൾ ഈ ഗാലറിയിലിരുന്ന് ഈ തീജ്വാലേൻ്റെ മനോഹരമായത്, കാരണം രാത്രി നന്നായി തിളങ്ങി കാണുമല്ലോ, ആസ്വദിക്കാൻ പറ്റും. അതിനുകൂടി കണക്കായിട്ടായിരിക്കും ആ ഗാലറി നിർമ്മിച്ചിട്ടുണ്ടാകും. അങ്ങനെ നമ്മൾ ഫയർ മൗണ്ടൻ കണ്ടിറങ്ങി. അപ്പം പോകുന്ന വഴിയിലുള്ള കണ്ടതാണ് കേട്ടോ ഇത്. ഈ മരുഭൂമിയിൽ നിന്ന് പെട്രോൾ കുഴിച്ചെടുക്കുന്നതാണ്. എത്ര കണ്ട് കാണുന്നതെന്ന് അറിയില്ല, കാരണം ഇവിടെ ഒന്ന് വണ്ടി സ്ലോ ആക്കാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് എടുത്തിരിക്കുന്ന സീനുകളാണ്. അപ്പോൾ ഒരുപാട് മൈനിങ്ങിനുള്ള മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഇവരുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗമാണ് കേട്ടോ, ഈ പെട്രോളിയം കുഴിച്ചെടുക്കുന്നതൊക്കെ ആയിട്ട്. പിന്നെ പ്രകൃതി ഈ സാധനമാണ്, ഇതേമാതിരി ഒത്തിരി മെഷീൻ അവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമ്മളെ പോക്ക് ഇവിടുത്തെ പ്രസിദ്ധമായ ആ ഒരു മ്യൂസിയത്തിലേക്കാണ്. ഇനിയിപ്പോൾ അതുകൂടി നമുക്ക് അസർബൈജാനിൽ കാര്യമായിട്ട് കാണാനുള്ളൂ. അപ്പം ഇനി ആ വിശേഷങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ മ്യൂസിയം കാണുന്നതിന് 15 ഉറുപ്പ്യൻ്റെ ടിക്കറ്റ്, പിന്നെ ഒരു കാർ മ്യൂസിയം കാണാനുണ്ട്, അത് 10 ടിക്കറ്റ് 10. അപ്പോൾ ടോട്ടൽ 25 മന്നത്തുണ്ട്. ഇത് രണ്ടും കൂടി നമുക്ക് കാണാം കേട്ടോ. മക്കളെ, നമ്മളിപ്പം ഹൈദർ അലിയേവ് സെൻറ്ററിലെത്തി കേട്ടോ. അതാണ് ഇനി കാണാൻ പോകുന്നത് നമ്മൾ, ഹൈദർ അലിയേവ് സെൻറ്റർ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് കാണാം, ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടു. ഇതൊരു വല്ലാത്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് വെള്ളയിലൊക്കെ കൂടി ചെയ്ത് വെച്ചിരിക്കുന്ന വലിയൊരു ഹാളാണ് നമ്മൾ ആദ്യം തന്നെ കാണുക. പിന്നെ ഇതുപോലെ കണ്ടില്ലേ, ഒരു സിൽക്ക് ഷാൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇങ്ങനെ പറന്ന് പൊങ്ങുന്നത് കാണാം. അത് നല്ലൊരു ആകർഷണമാണ്. അസർബൈജാൻ റിപ്പബ്ലിക്കിൻ്റെ 3ാമത്തെ പ്രസിഡൻ്റായിരുന്നു ഹൈദർ അലിയേവ്. അദ്ദേഹത്തിനോടുള്ളൊരു ആദരസൂചകമായിട്ടാണ് ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ മ്യൂസിയം ഉണ്ട്, എക്സിബിഷൻ ഹാളുകളുണ്ട്, കോൺഫറൻസ് സെൻ്റർ ഉണ്ട്. ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ഒരു ആകർഷണം തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് രൂപകൽപ്പന ചെയ്തത് ഇറാഖി ബ്രിട്ടീഷ് വാസ്തുശില്പി സഹാ ഹാദിദ് എന്ന് പറഞ്ഞ ഒരു ആളാണിത് രൂപകൽപ്പന ചെയ്തത്. നിയോ ഫ്യൂച്ചറിസം ശൈലിക്ക് ഒരു മികച്ച ഉദാഹരണമാണ് ഈ കെട്ടിടം. ഈ കെട്ടിടത്തിന് കൂർത്ത കോണുകളോ മൂർച്ചയുള്ള അരികുകളോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഒഴുകുന്ന ഒരു തിരമാല പോലെ, അല്ലെങ്കിൽ മണ്ണിൻ്റെ ഒരു സ്വാഭാവികമായ ആ വളവുകൾ പോലെ ഒക്കെ ഇതിന് കാണാൻ പറ്റുള്ളൂ. വെള്ള നിറത്തിലുള്ള ഈ ഘടന അസർബൈജാൻ്റെ പഴയ സോവിയറ്റ് കാലഘട്ടത്തിലെ ആ കടുപ്പമേറിയ വാസ്തുവിദ്യാ ശൈലികളിൽ നിന്നുള്ള ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഹൈദർ അലിയേവിൻ്റെ ജീവിതവും രാഷ്ട്രീയത്തെ പ്രതിപാദിക്കുന്ന സ്ഥിരം പ്രദർശനവും, അദ്ദേഹം ഔദ്യോഗികമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാറുകളുടെ ശേഖരവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അസർബൈജാനിലെ പ്രധാനപ്പെട്ട ചരിത്രപരമായ സ്ഥലങ്ങളുടെയും കെട്ടിടങ്ങളെയും ചെറിയ മാതൃകകൾ, ഒരു മിനിയേച്ചർ മോഡൽ ഇവിടെ നമുക്ക് കാണാം. തൊണ്ണൂറ്റഞ്ചിലെ ബെൻസ്, ബാക്കിലൊരു ബെൻസ് ഉണ്ട്. അത് ഏകദേശം ആ കാലഘട്ടം തന്നെ ആയിരിക്കും തോന്നുന്നു. ഇത് 92
പ്രസിഡൻ്റ് ഉപയോഗിച്ച വണ്ടിയാണ്. അതെ, ഇതിവിടെ ഭരണാധികാരികൾ ഉപയോഗിച്ച വണ്ടികളാണ് കേട്ടോ ഈ കാണുന്നത്. എത്ര ലക്ഷറിയാണില്ലേ ആ കാലഘട്ടത്തിൽ തന്നെ. ആ സമയത്തൊക്കെ നമ്മൾ അംബാസഡറായിട്ട് കളിച്ചുകൊണ്ടിരുന്ന സമയമാണ്. അസർബൈജാൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം, പരമ്പരാഗത വസ്ത്രങ്ങൾ, സംഗീതോപകരണങ്ങൾ, പരവതാനികൾ, കരകൗശല വസ്തുക്കൾ, ദേശീയ വിഭവങ്ങൾ എന്നിവയുടെ ചിത്രങ്ങളും നമുക്കിതിൽ കാണാൻ പറ്റും. ഒരുപാട് അന്താരാഷ്ട്ര കലാപ്രദർശനങ്ങളൊക്കെ ഇതിൽ സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. ഹൈദരലി മ്യൂസിയം കഴിഞ്ഞ് നമ്മൾ കാർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അവിടേക്ക് വരുന്ന വഴി തന്നെ കാണുന്ന അതേമാതിരിയുള്ള പഴയ കാറുകളൊക്കെ ഉള്ള ഒരു പെയിൻറ്റിങ് ഒക്കെ അവിടെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വേറൊരു ലോകമാണ് കേട്ടോ. പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരിക്കുന്ന ഇത് 1892 ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. കാറെന്ന് പറയണോ സൈക്കിൾ റിക്ഷ എന്ന് പറയണോ എന്നറിയില്ല, അതേമാതിരിയുള്ളൊരു രൂപം. സൂപ്പർ. 1831 തൊട്ടിട്ട് 1888 വരെ ഉപയോഗിച്ച കുതിരവണ്ടിയാണിത്. എല്ലാത്തിനും ഇതിൻ്റെ ഒരു ഭംഗിയുണ്ട് കേട്ടോ. 1910 ബ്യൂക്ക് മോഡൽ. എൻ്റെ ഡേറ്റ് ഓഫ് ഇയർ ആണ് കേട്ടോ ഇത്. ഈ ട്രാക്ടറിന് പോർഷേൻ്റെ ആണ് ഡേറ്റ് ഓഫ് ഇയർ പറയല്ലേ, 1960 പോർഷേൻ്റെ വേറൊരു മോഡൽ ഇതാ 550A സ്പൈഡർ എന്ന് പറഞ്ഞ 1955. BMW 1939 മോഡൽ. വോക്സ് വാഗൻ്റെ വാനാണ് കേട്ടോ. ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ് 1924 മോഡൽ. ആയിരത്തി 1918 ഫോർഡിൻ്റെതാണ് കേട്ടോ ഇത്. ഇതൊക്കെ കുറച്ചുകൂടി പുരോഗമിച്ച കാലത്തതാണ്. 1918 എത്തി. ഷെവർലേൻ്റെ ട്രക്ക് 1927 ഇത്. ഒരു ബാക്ക് നോക്കുമ്പോൾ നമ്മളൊരു അംബാസഡറിൻ്റെ ലുക്കുള്ള ബെൻസാണ് കേട്ടോ ഇത്. മഞ്ഞിക്കൂടി പോകുന്ന വണ്ടിയാണ് അത്. 1926. ഇതുമാതിരിയുള്ള ഒരുപടി സാധനങ്ങളാണ്. നിങ്ങൾക്ക് ദൂരോട്ടൊക്കെ നോക്കിയാൽ കാണാം. ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞു പോകൽ അത്ര പോസിബിളല്ല. പിന്നെ പോസിബിളാണെങ്കിൽ അത് വീഡിയോ അത്രയും ലെങ്ത്താവും. അപ്പം വലിയ കാണാൻ പറ്റിയ വലിയ മോഡലുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാനത് പ്രത്യേകമായിട്ട് കാണിക്കട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ കാറിലല്ല, നമ്മൾ ഈ ഹൈദർ അലിയ മ്യൂസിയവും കാറിലെല്ലാം കൂടി കയറിയിട്ട് 4 മണിക്കൂർ കൂടുതലായിട്ടോ. ഇപ്പോൾ സമയം 4 മണി, ലഞ്ച് ഇതുവരെ കഴിച്ചില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട്. പക്ഷെ എല്ലാം കാണൽ നമുക്ക് അപ്പോഴേക്കേ ലഞ്ചിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് എനിക്ക് ചെറിയ ഷിവറിങ് ഒക്കെ വരുന്ന ഒരു പ്രശ്നമുള്ളതാണ്. അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടികൾ ഇനിയും കുറേ കാണാനുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നിർത്തിയിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ലീവ് സെൻറ്ററിൻ്റെ പുറത്തിറങ്ങി കേട്ടോ. ഇതിൻ്റെ ബേസ്മെൻറ്റിലാണ് കാർ മ്യൂസിയം ഉള്ളത്. അപ്പോൾ അതൊക്കെ കണ്ട് പുറത്തിറങ്ങി. ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വീണ്ടും കാണുന്നത് ഒരു രസമാണ്. എന്തായാലും
അത്രയും മനോഹരമായൊരു ബിൽഡിങ്. ഇപ്പോഴും ഇതിൽ ഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് കാണാം. ഈ സ്റ്റാച്യു ഒക്കെ വെച്ചിരിക്കുന്ന ഇപ്പോൾ പുതുതായിട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബാക്കു ടൗണിൻ്റെ ഒരു പനോരമിക് വ്യൂ നമുക്ക് നന്നായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്തായാലും തിരിച്ചു പോവുക. ഇനി ലഞ്ച് കഴിക്കണം. അങ്ങനെ നമ്മൾ വണ്ടി കയറി. നമ്മൾ വണ്ടിക്കാരെ ഇവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അടുത്തൊരു ഹോട്ടലിലേക്കാണ് പോകുന്നത്, റെസ്റ്റോറൻറ്റിലേക്ക്. അപ്പോൾ ഈ വഴിയിൽ നിന്നും ഈ ബിൽഡിങ്ങിൻ്റെ ഒരു വ്യൂ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഏതൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഞ്ച് കഴിച്ച് നേരെ റൂമിലേക്ക്.